ഓച്ചിറക്കളിക്കായുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു. കളിയാശാന്മാരുടെ അഭിപ്രായം മാനിച്ച് പാരിതോഷികം വർദ്ധിപ്പിക്കും. ഓച്ചിറക്കളിക്കായി 8 കണ്ടവും തകിടിക്കണ്ടവും പടനിലവും ശുചിയാക്കി. ഞായർ തിങ്കൾ ദിവസങ്ങളിലായാണ് ഓച്ചിറക്കളി നടക്കുന്നത്. 2 ദിവസവും 3500 പേർക്ക് വീതം കളിസദ്യയും ഒരുക്കിയിട്ടുണ്ട്. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ മിഥുനം 1-2 തീയതികളിൽ നടക്കുന്ന ഓച്ചിറക്കളി ഭംഗിയായി നടത്താനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായതായി അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു. ഇത്തവണ കളിയാശാന്മാരുടെ അഭിപ്രായം മാനിച്ച് പാരിതോഷികത്തിൽ വർധനവ് വരുത്തിയിട്ടുണ്ട്. A-B-C ഗ്രേഡുകൾക്ക് യഥാക്രമം പാരിതോഷികം നൽകും. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി കൂടുതൽ സ്പെഷ്യൽ കാഡറ്റിന്റെ സേവനം ലഭ്യമാക്കും. ആരോഗ്യ സുരക്ഷിതത്വത്തിനായി ചൂട് കുടിവെള്ളം വിതരണം ചെയ്യുന്നതിന് 3 കൗണ്ടറുകൾ സ്ഥാപിക്കും. 8 കണ്ടവും തകിടിക്കണ്ടവും കല്ലുകെട്ട് ചിറയും പടനിലവും വൃത്തിയാക്കി ക്ലോറിനേഷൻ ചെയ്തു. പടനിലത്തെ നിരീക്ഷണത്തിനായി CCTV ക്യാമറകളും ഓച്ചിറക്കളിയുടെ ലൈവ് സംപ്രേഷണവും ഏർപ്പാടാക്കിയിട്ടുണ്ട്. കരക്കളിക്ക് പ്രതിബന്ധമായി മുൻകാലങ്ങളിൽ ഓങ്കാരത്തിന് മുന്നിലുണ്ടായിരുന്ന സ്റ്റേജും വാണിജ്യ സ്റ്റാളുകളും ഒഴിവാക്കി. വാഹന പാർക്കിംഗ് ഓഡിറ്റോറിയത്തിന് കിഴക്കുവശമുള്ള ഗ്രൗണ്ടിൽ മാത്രമായി ക്രമപ്പെടുത്തും. ഓച്ചിറക്കളിക്ക് വിഘാതമുണ്ടാക്കുന്ന രീതിയിൽ ഓഡിറ്റോറിയത്തിന് പടിഞ്ഞാറ് വശത്തേക്ക് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഒരു വാഹനങ്ങളും കടത്തിവിടുകയില്ല. മിഥുനം 1 രാവിലെ 8 പതാക ഉയർത്തും. 11 അഡ്മിനിസ്ട്രേറ്റർ ജസ്റ്റിസ് K. രാമകൃഷ്ണൻ ഭദ്രദീപം തെളിക്കും. തുടർന്ന് ഓച്ചിറക്കളി ഘോഷയാത്രയ്ക്ക് ശേഷം ഓച്ചിറക്കളി ആരംഭിക്കും. 2ാം ദിവസവും ഓച്ചിറക്കളി ഘോഷയാത്രയ്ക്ക് ശേഷം ഓച്ചിറക്കളി ആരംഭിക്കും. മിഥുനം 3, 4, 5 തീയതികളിൽ കാർഷിക പ്രദർശനം നടക്കും. 2 ദിവസങ്ങളിലും 3500 പേർക്ക് വീതം ഗംഭീരമായ കളിസദ്യ 2 സദ്യാലയങ്ങളിലായി ഒരുക്കിയിട്ടുണ്ടെന്നും അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞു. സാധാരണ എല്ലാ കൊല്ലവും നടക്കുന്ന പോലെയുള്ള ഓച്ചിറക്കളി അതുപോലെ തന്നെ നല്ല രീതിയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. 15-ാം തീയതിയും 16-ാം തീയതിയാണ് ഓച്ചിറക്കളി നടക്കുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള മീറ്റിങ്ങുകൾ നേരത്തെ കൂടിയിരുന്നു. കളിസംഘങ്ങളുടെ സ്ഥലങ്ങളിലെത്തുകയും അതൊക്കെ പരിശോധിക്കുകയും ചെയ്തു. അവർക്ക് ഗ്രേഡ് നിശ്ചയിച്ചിട്ട് അതിനനുസരിച്ച് പാരിതോഷികം കൊടുക്കാനുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ കൊടുത്തേക്കാളും കുറച്ചും കൂടി റിവൈസ് ചെയ്തിട്ട് കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ലോ ആൻഡ് ഓർഡറും ശുചിത്വവും എല്ലാം നോക്കാനുള്ളതുണ്ട്. അവർക്ക് എല്ലാവർക്കും അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അവരെല്ലാവരും അവരുടെ ഒരു മീറ്റിംഗ് ഇപ്പോൾ 12 മണിക്ക് ഞങ്ങൾ കൂടാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. റവന്യൂ, പോലീസ്, എക്സൈസ്, ആരോഗ്യ, ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളുടെ ഏകീകരിച്ചുള്ള പ്രവർത്തനവും പടനിലത്തുണ്ടാകും. അഡ്മിനിസ്ട്രേറ്റർ റിട്ടയർഡ് ജില്ലാ ജഡ്ജ് MS മോഹനചന്ദ്രൻ, അഡ്വക്കേറ്റ് രമണൻ പിള്ള, അഡ്വക്കേറ്റ് ASP കുറുപ്പ് എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.